നമസ്തേ. ഉപാസന ജ്യോതിഷത്തിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ജൂലൈ 12 മുതൽ ഓഗസ്റ്റ് 16 വരെ ചില നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ധനധർമ്മകാരകനായ വ്യാഴവും ചൊവ്വയും ശുക്രരാശിയിൽ യോഗം ചെയ്തു നിൽക്കുന്നു. ഇതിനെ ഗുരുമംഗള യോഗം എന്നാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ അപൂർവ ഭാഗ്യവും സാമ്പത്തിക നേട്ടവും ചില നാളുകാർക്ക് ഉണ്ടാകും. ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർക്ക് ഈ കാലഘട്ടം ആശ്വാസം നൽകുന്നു. മാനസികമായ കരുത്തും ഊർജ്ജസ്വലതയും ധൈര്യവും ഇച്ഛാശക്തിയും ലക്ഷ്യബോധവും ഇനി പറയുന്ന നാളുകാർക്ക് ജൂലൈ 12 മുതൽ ഉണ്ടാകുന്നതാണ്. മംഗളകാരകനായ ചൊവ്വയും ധനത്തിൻ്റെയും പദവിയുടെയും കീർത്തിയുടെയും അധിപനായ ഗുരുവും ശുക്രന്റെ ക്ഷേത്രത്തിലാണ് യോഗം ചെയ്ത് നിൽക്കുന്നത്. ഇത് ഇനി പറയുന്ന നാളുകാർക്ക് അഭൂതപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. പരിശ്രമിച്ചാൽ ഈ കാലഘട്ടം ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന മേടക്കൂറുകാർക്ക് ഗുരുമംഗള യോഗം ഏറ്റവും നല്ലതാണ്. നേടാവുന്നത്ര ധനം നേടുവാൻ പറ്റുന്ന സമയമാണ്. കിട്ടാനുള്ള ധനം കിട്ടുവാനോ ബിസിനസ്സിൽ വലിയ രീതിയിൽ ലാഭം കിട്ടുവാനോ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്വത്ത് തിരികെ കിട്ടുവാനോ പൂർവിക സ്വത്ത് ലഭിക്കുവാനോ ഭൂമിയിൽ നിന്നും ധനലാഭമോ പ്രതീക്ഷിക്കാം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ബിസിനസ് ഉണ്ടാകും. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. നാട്ടിൽ നിന്നും ജോലി ചെയ്യുന്നവർക്ക് വിദേശ കമ്പനിയുമായി ചേർന്ന് വർക്ക് ചെയ്യുവാനും ധനം സമ്പാദിക്കുവാനുമുള്ള യോഗം കാണുന്നു. അതുപോലെ ഗുരുമംഗള യോഗം അനുഭവത്തിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം കാൽ, പൂയം, ആയില്യം വരുന്ന കർക്കിടകൂറുകാർ. ഇവർക്ക് ചൊവ്വ ലാഭസ്ഥാനത്താണ് വ്യാഴത്തിനോട് കൂടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ഭാഗത്തു നിന്നും പല വഴികളിലൂടെ ധനം വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. ഏറെ കാലമായി പ്രതീക്ഷിക്കുന്ന ശമ്പള വർധനവ് ഉണ്ടാകും. മക്കൾക്ക് നല്ല ജോലി ലഭിക്കുവാനും അങ്ങനെ മക്കളിൽ നിന്നുള്ള സന്തോഷം ലഭിക്കുവാനും യോഗമുണ്ട്. ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികളിൽ നിന്നും നേട്ടമുണ്ടാകാൻ പറ്റും. വ്യാഴം 11 നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഈശ്വരാനുഗ്രഹവും നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. അവിട്ടം, ചതയം, പൂരിട്ട നാളുകൾ അടങ്ങുന്ന കുംഭക്കൂറുകാർക്കും ഗുരുമംഗളയോഗം അഭൂതപൂർവമായ ഭാഗ്യം നൽകുന്നു. ഇവർക്ക് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം സഫലമാകും. ഭൂമി വാങ്ങാൻ യോഗമുണ്ട്. ബന്ധുക്കളിൽ നിന്ന് ഉപകാരം ലഭിക്കും. അതുപോലെ സഹോദരങ്ങളിൽ നിന്നും ഉപകാരം ലഭിക്കേണ്ട യോഗം കാണുന്നു. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.